പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇതിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തിൽ വരാൻ പോകുന്നത് വലിയൊരാപത്തു തന്നെയാണ്. ഇതെൻ്റെ വാക്കുകളല്ലായിരുന്നു, മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വാക്കുകളാണ്. അന്ന് നമ്മളെല്ലാവരും അദ്ദേഹത്തെ ക്രൂശിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞിരുന്നു, ഒരുപാട് പരിഹസിച്ചിരുന്നു. ഇന്ന് എന്താണ് സംഭവിച്ചത്? അല്ലെങ്കിൽ 2 വർഷങ്ങൾക്ക് മുമ്പ്, 3-4 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് സംഭവിച്ചത്? കവളപ്പാറയും അതുപോലെ വയനാട്ടിലെ പ്രകൃതി ദുരന്തവും ഒക്കെ നമ്മളിലേക്ക് എത്തിപ്പെടുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരുപാട് ദുരന്ത കഥകൾ മാത്രം. ഇന്നൊക്കെ TV തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ വയനാടിലുള്ള അലർച്ചയും നിലവിളിയും രക്ഷപ്പെടുത്താനുള്ള വെമ്പലും ഒക്കെ മാത്രം. എത്രയോ ആളുകളുടെ ജീവൻ ആ മണ്ണിനടിയിൽ കിടക്കുന്നു. കുറേ പേരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു, കുറേ പേർ മരിച്ചു പോയിരിക്കുന്നു. ഇനി എത്ര പേർ, ആരുടെയൊക്കെ ജീവൻ? നമ്മുടെ പ്രകൃതി നമുക്ക് സമ്മാനിക്കുന്ന വലിയ വലിയ ദുരന്തങ്ങൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുന്നിൽ കർണാടകയിൽ ലോറിയിൽ നിന്ന് കാണാതായ അർജുനെ നമുക്കാർക്കും കണ്ടെത്തി കൊടുക്കാനോ കണ്ടുപിടിക്കാനോ കഴിഞ്ഞിട്ടില്ല. അവിടെയും പ്രകൃതി സമ്മാനിച്ചത് വലിയൊരു ദുരന്തമായിരുന്നു. ഇങ്ങനെ പോകുന്നു നമുക്ക് നമ്മുടെ പ്രകൃതി തന്നുകൊണ്ടിരിക്കുന്ന വലിയ വലിയ സമ്മാനങ്ങൾ. ഒരിക്കലും പറയാറില്ലേ, ചവിട്ടിയ പാമ്പ് മാത്രമേ കടിക്കാറുള്ളൂ എന്നൊക്കെ ഒരു പഴമൊഴി പറയാറുണ്ട്. അതുപോലെ തന്നെയാണ്, എത്രത്തോളം പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കുന്നു അത്രത്തോളം നമ്മുടെ ജീവിതവും ഭയാനകരമായിരിക്കും. കാരണം നിങ്ങൾ ഓരോരുത്തരും വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്നത് പോലെ പ്രകൃതിയെ സ്നേഹിക്കാത്തിടത്തോളം കാലം, പ്രകൃതിയെ സംരക്ഷിക്കാത്തിടത്തോളം കാലം ഇതുപോലുള്ള വലിയ വലിയ ദുരന്തങ്ങൾക്ക് നമ്മൾ ഓരോരുത്തരും സാക്ഷികളാകേണ്ടി വരും. ഇന്ന് വയനാട്ടിലാണെങ്കിൽ നാളെ നമ്മുടെ കൺമുന്നിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എത്തിച്ചേർന്നേക്കാം. എത്താതിരിക്കാൻ നമുക്ക് ദൈവങ്ങളോട് പ്രാർത്ഥിക്കാം. അല്ലാതെ എന്ത് ചെയ്യാനാണ്? കാരണം രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് ചിരിച്ച് നാളെ രാവിലെ എഴുന്നേൽക്കാം എന്നുള്ള ഒരുപാട് പ്രതീക്ഷയോടെ കിടന്നുറങ്ങിയ ഒരുപാട് കുടുംബങ്ങളെയാണ് ഒരു നിമിഷത്തെ മലവെള്ളപ്പാച്ചിലിലും പ്രകൃതി ദുരന്തത്തിലും നമുക്ക് നഷ്ടമായത്. ആരോട് പറയാൻ? ആരാണ് ഇതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മളോടൊപ്പം ഉണ്ടാവുക? ഞാനും നിങ്ങളും ഈ കാണുന്ന സമൂഹവും ഒക്കെ തീരുമാനിച്ചാൽ ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിയുമോ? ഒരിക്കലുമില്ല കേട്ടോ. കാരണം ഭരണകൂടങ്ങൾക്കും അല്ലെങ്കിൽ ഇതിനെതിരെ നടപടിയെടുക്കുന്നവർക്കും മാത്രമേ ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. പരമാവധി നമ്മുടെ പ്രകൃതിയെ നമ്മൾ കുത്തി നോവിക്കാതിരിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക. ഒഴുകേണ്ട പുഴ ഒഴുകി തന്നെ പോകണം. അവിടെ വീടും മലയും എന്താ പറയുക, നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ പല കാര്യങ്ങളും ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കാൻ തുടങ്ങിയാൽ അതെല്ലാം ആ പുഴ തന്നെ എടുത്തുകൊണ്ട് പോകും. അതൊരു വാസ്തവമായ കാര്യമാണ്. അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും കവചമാകേണ്ടതും സംരക്ഷണമാകേണ്ടതും. അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ ഈ പ്രകൃതിയെ സംരക്ഷിക്കുക. ഇനിയും ഇതുപോലുള്ള ദുരന്തങ്ങൾ ഓർക്കുമ്പോൾ, വയനാട്ടിലെ കാര്യമൊക്കെ ഓർക്കുമ്പോൾ ആർക്കാണ്, നമുക്ക് തന്നെ കിടന്നുറങ്ങുമ്പോൾ ഒരു ഭയമാണ്, ഇനി എന്താണ് സംഭവിക്കുക എന്നാലോചിച്ചിട്ട്. അതുകൊണ്ട് മനുഷ്യൻ ഈ നേരിടുന്ന ദുരവസ്ഥകളെക്കുറിച്ച് ഒന്നുകൂടെ വിലപിക്കാനല്ലാതെ നമുക്ക് കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം പ്രകൃതിക്ക് നമ്മൾ കൊടുക്കുന്നതും അതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് സംരക്ഷിക്കുക. നിങ്ങൾ അവരെ സംരക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ നമുക്ക് ഒരു താങ്ങും തണലുമായി മാറുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലം കയ്യേറിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഇതുപോലുള്ള ദുരന്തങ്ങൾ നമ്മളിലേക്ക് തന്നുകൊണ്ടേയിരിക്കും.